ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ബി ടു ജീസസ്. ഹല്ലേലൂയ. കാർമൽ റൂഹ മിനിസ്ട്രി കുടുംബാംഗങ്ങളെ, സിസ്റ്റർ ഒരു ഉദാഹരണത്തിലൂടെ ഒരു കാര്യം വ്യക്തമായി നിങ്ങളോട് സംസാരിക്കുക. അപ്പോൾ ചില ഓട്ടോറിക്ഷയിൽ കയറുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ കാറോ യാത്രയ്ക്ക് ഇതുപോലെ പ്രൈവറ്റായിട്ട് വിളിച്ച് കയറുമ്പോൾ എന്തുമാത്രം പൈസ നമ്മിൽ നിന്ന് ഈടാക്കാമോ അത്രയും രൂപ ചോദിച്ചും വാദിച്ചും പേശിയും വാങ്ങും. ഈ അടുത്ത് സിസ്റ്റർ ഓട്ടോയിൽ കയറി. ആ മനുഷ്യന്, ഓട്ടോ ഡ്രൈവർക്ക് ശബ്ദമില്ല. അയാൾക്ക് 2-3 ദിവസം കഴിഞ്ഞാൽ ഈ വോക്കൽ കോഡ് അതിൻ്റെ ഒരു ഓപ്പറേഷൻ ഉണ്ട്. അപ്പോൾ ഞാനും എൻ്റെ ഒരു പ്രേക്ഷിതയും കൂടി ഓട്ടോയിൽ കയറിയപ്പോൾ കുറേ യാത്ര ചെയ്ത് ഇറങ്ങിയപ്പോൾ അയാൾക്ക് കൊടുത്ത പകുതി പൈസ അയാൾ തിരിച്ചു തരികയാണ്. അപ്പം ഞങ്ങൾ പറഞ്ഞു, പ്രേക്ഷിത എന്തത് പൈസ നിങ്ങൾ മുഴുവനും എടുത്തോന്ന് പറഞ്ഞു. വേണ്ട, എനിക്ക് ഓപ്പറേഷൻ വരണോ സിസ്റ്റർ, പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞ് പകുതി പൈസ തിരിച്ചു തന്നിട്ട് പറയാണ്, പകരം എനിക്ക് വേണ്ടി ഈ ഓപ്പറേഷന് വേണ്ടി പ്രാർത്ഥിക്കണം സിസ്റ്റർ. ഇനി 1 മാസം മുൻപ് സിസ്റ്റർ ഓട്ടോയിൽ കയറിയപ്പോൾ വളരെ ദൂരം യാത്ര ചെയ്തു. അപ്പോൾ ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ആ ഓട്ടോറിക്ഷക്കാരൻ പറയുന്നു, പൈസ നീട്ടിയപ്പോൾ പൈസ വേണ്ട സിസ്റ്റർ. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ആ മകൻ പറയുകയാണ്, ഒരു 10-28 വയസ്സ്. അവൻ പറയുകയാണ്, ഇതെന്റെ സ്വന്തം ഓട്ടോയാണ് സിസ്റ്റർ, വൈദികരിൽ നിന്നും സിസ്റ്റേഴ്സിൽ നിന്നും ഞാൻ പൈസ ചാർജ് വാങ്ങുകയില്ല എന്നൊരു പ്രതിജ്ഞ ഈ ഓട്ടോ എനിക്ക് സ്വന്തമായി കിട്ടിയപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ പലരും പറഞ്ഞു, എന്നാ ഓട്ടോക്കാരന്റെ നമ്പർ മേടിക്കായിരുന്നില്ലേ എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പലവിധ ജനങ്ങളെയാണ് ഇവിടെ കണ്ടത്. ഇതുപോലെ തന്നെ കടം വാങ്ങിയിട്ട് ലക്ഷങ്ങൾ തിരിച്ചു കൊടുക്കാത്ത, ചോദിക്കുമ്പോൾ നാളെ നാളെ എന്ന് പറഞ്ഞ് കൊല്ലങ്ങൾ കഴിയുന്ന മക്കൾ. പൈസ ഒരുപാട് കൊടുക്കാനുണ്ട്, ലക്ഷങ്ങൾ. പക്ഷേ അത് നമ്മള് പിച്ചക്കാര് പോലും ഇത്രയും തെണ്ടി നടന്നുണ്ടാവില്ല ആ രൂപ തിരിച്ചു കിട്ടുവാൻ. ഇങ്ങനെ പലവിധ ജനങ്ങളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സ്വഭാവത്തിലുള്ള വ്യത്യാസം, അവരുടെ പെരുമാറ്റ രീതികൾ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇതിൽ ഏത് തരം ഓട്ടോറിക്ഷക്കാരനാണ് ഞാൻ എന്ന് നമുക്ക് ചിന്തിക്കാം. എല്ലാവരെയും സ്നേഹിക്കാം. ഈ ലോകം മുഴുവനെയും നമ്മുടെ കൂടപ്പിറപ്പുകളായിട്ട് കാണാം. ആമേൻ.